ഹലോ. ഹലോ സാർ, നമസ്കാരം. ബി എസ് എന്നാ വിളിക്കുന്നേ. ആ ഇത് മിസ്റ്റർ രാധാകൃഷ്ണൻ അതെ പ്രഭാകരൻ. അതെ രാധാകൃഷ്ണനാണ്. സാർ ഈ നമ്പർ പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ സാർ, എന്തായിരുന്നു ബുദ്ധിമുട്ട്? ബി എസ് എൻ അല്ലേ? ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. ആ, അയ്യോ, അപ്പൊ പെട്ടെന്ന് മാറിക്കോളൂ സാർ. അങ്ങനെ ബുദ്ധിമുട്ടിട്ട് ഒരു സർവീസിൽ ഇരിക്കാൻ പാടില്ല കേട്ടോ. ആ, ആ. എന്താ ശരിക്കുള്ള സാർ ബുദ്ധിമുട്ട് എന്താ നിങ്ങൾക്ക് പറയൂ. അല്ല, അങ്ങനെ ഇപ്പൊ നിങ്ങളോട് ബുദ്ധിമുട്ട് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ മാറിക്കോളാൻ അല്ല, ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പറഞ്ഞാലേ. സാറിന്റെ പേരെന്താ? പേരൊന്നും അറിയേണ്ട ആവശ്യമില്ല. കാരണം സാറിന്റെ ബുദ്ധിമുട്ട് എന്റെ അടുത്ത് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ പേര് നിങ്ങൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, പേര് പറഞ്ഞ എനിക്ക് കസ്റ്റമർ കെയറിലേക്കോ അല്ലെങ്കിൽ അവിടേക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ വെച്ചിട്ടാണ്. ഓ അയ്യോ, അപ്പൊ നിങ്ങളെല്ലാം കമ്പനിയോട് പേടിച്ചിവിടെ ഇതാക്കിയിരിക്കല്ലേ. ആ, അപ്പൊ സാറാണ് മറ്റുള്ള സ്വകാര്യ കമ്പനികളിൽ നിന്ന് കാശ് എടുത്തിട്ട് ബി എസ് എൻ ഇറക്കാൻ നോക്കണം നിങ്ങളാണല്ലേ? നിങ്ങളൊന്നും പറയണ്ട. ഓക്കെ. ഇത് സാറിനിട്ട് ഞാനൊരു പണി തരുന്നുണ്ട് എന്തായാലും. ഓ കാരണം ഇത്രയ്ക്കും പുച്ഛത്തോടു കൂടി നാണാവില്ലടോ. ഇത്ര പുച്ഛത്തോടു കൂടി നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന കമ്പനിയെ കുറിച്ച് ഇത്രയും പറയാൻ നാണാവില്ലേ? തനിക്കൊക്കെ എന്തിനാണോ ഈ ശമ്പളം തന്നെ സർക്കാർ? ഈ കസ്റ്റമർ കെയറിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ട് കസ്റ്റമേഴ്സിനോട് ഇങ്ങനെ വൃത്തിയായിട്ട് വർത്താനം പറയുന്നത് എന്തിട്ടാ ചോദിച്ചത്? താപന വർത്താനം പറഞ്ഞതിനോട് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ എത്രയും പെട്ടെന്ന് മാറിക്കോളാം. താൻ എന്തിനാണ് സർവീസോട് ഇങ്ങനെ ഈ കസ്റ്റമേഴ്സ് വിളിക്കുമ്പോ അവരോട് മാന്യമായ രീതിയിൽ സംസാരിക്കുന്നില്ല. പിന്നെ താൻ എന്തിനാ താൻ എന്നെ വിളിച്ചത്? വിളിച്ചപ്പോ എന്തൊക്കെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞ എങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് മാറിക്കോളാം. താൻ ഏത് സ്വകാര്യ കമ്പനിയിൽ ഇന്ന് കാശ് പിടിക്കണേ? അല്ല, ഈ കസ്റ്റമർ ഇതിന്ന് ഈ ബി എസ് എൻ ആൾക്കാരെ പെട്ടെന്ന് ഇവിടുന്ന് മാറ്റാൻ വേണ്ടി താൻ ആരെയും കാശ് പിടിക്കണേ? ഓ, അത് ചോദിച്ചാൽ മതി അവിടെ. മോദി ഗവൺമെന്റ് അടുത്ത് ചോദിച്ചാൽ മതി, അവർ പറയൂട്ടോ. താൻ മോദിക്ക് എതിരായിട്ടുള്ള ആളായിരിക്കും അല്ലേ? അപ്പൊ മനസ്സിലായി. അതും ഞാൻ ഇതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരിയാക്കി തരാം. ചെയ്തോ. ഇതെന്തായാലും ഈ നമ്പറിൽ താൻ വിളിച്ചെന്നുള്ളത്